ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിൽ തൊഴാൻ പോവും. ഞാൻ പോവാറില്ല. എനിക്ക് വിശ്വാസമുണ്ട്, കാണണം എന്ന് പോയി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പോവാറില്ല. കാരണം അവരുടെ വിശ്വാസം അന്യമതത്തിലുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. അത് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഒരുപാട് കോൺട്രവേഴ്സികളാണ് ഡേ ബൈ ഡേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. റീസെന്റ് ആയിട്ട് റെനീഷ റഹ്മാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പൊങ്കാല ഇട്ടതുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. നിങ്ങളിൽ കുറച്ചു പേർക്കൊക്കെ റെനീഷ റഹ്മാനെ അറിയാമായിരിക്കും. ബിഗ് ബോസ് സീസൺ 4 ആണെന്ന് തോന്നുന്നു ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റെനീഷ. അതുകൂടാതെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാം. ഈ ആറ്റുകാൽ പൊങ്കാല അത് ഈ മതേതരത്വം എന്നൊക്കെ ഇവിടെ കുറേ ആളുകൾ പറയുന്നുണ്ടല്ലോ. കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ വലിയ പ്രശ്നമായിരുന്നു. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ആറ്റുകാൽ പൊങ്കാല ഇടാം. അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. അതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ദേവിക്ക് പൊങ്കാല ഇടുന്നത് റീച്ചിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ റെനീഷയെ നാട്ടുകാർ തെറി പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. റെനീഷ റീച്ചിന് വേണ്ടിയാണോ ചെയ്തത്, അതോ ശരിക്കും ഭക്തി ദേവിയോട് തോന്നിയിട്ട് ചെയ്തതാണോ, അത് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അത് ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. എന്താണെങ്കിലും പൊങ്കാലയ്ക്ക് പോകുന്ന ദിവസം റെനീഷ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് റെനീഷയുടെ വീഡിയോയ്ക്ക് ഈ കമൻറ്റുകൾ വരുമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിരിക്കുന്നത് ഒന്ന് റെനീഷ പൊങ്കാലയ്ക്ക് പോകുന്ന ആ ഒരു വീഡിയോ, പൊങ്കാലയ്ക്ക് പോകുന്നുണ്ട്, അത് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്, കൂടാതെ അവിടെ ഇരുന്ന് പൊങ്കാല ഇടുന്നതും കാണിക്കുന്നുണ്ട്. സോ ആ വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു, നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു കൂടുതൽ. അതിനുശേഷം ഇന്നലെ റെനീഷ ഈ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഒരു എക്സ്പ്ലനേഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നത് കേട്ടു. അതിൻ്റെ അടിയിലും ഒരുപാട് കമൻറ്റുകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, മതേതരത്വം നിറഞ്ഞൊഴുങ്ങുന്ന നാട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അത്ര മതേതരത്വമൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് തോന്നുന്നൊന്നുമില്ലടേ. മനസ്സിലായില്ലേ? ഇനി എന്തായാലും നേരെ നമുക്ക് റെനീഷയുടെ ആദ്യത്തെ വീഡിയോ, റെനീഷ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും, നോമ്പ് മാസമാണേ, നോമ്പിലാണ്. അപ്പം നോമ്പ് രാവിലെ മുറിച്ചിട്ടൊക്കെയാണ്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പൊങ്കാല ഇടാൻ. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് റെനീഷയുടെ ആ വീഡിയോ നിങ്ങളൊന്ന് കാണും, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. റെനീഷ ചെയ്തത് തെറ്റാണോ അതോ ശരിയാണോ, നിങ്ങൾ താഴെ പറയണേ. നമുക്കിനി ഈ വീഡിയോ അങ്ങോട്ട് കണ്ടു തുടങ്ങാം. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രം നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം എന്ന നിലയ്ക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആറ്റുകാൽ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് കേട്ടോ. റെഡിയായി നേരെ താഴെ റിസപ്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു പാലക്കാടിൽ നിന്നും വന്ന ഒരു വലിയൊരു കൂട്ടം. ഇവർ പാലക്കാടിൽ നിന്നും ബസ്സിലാണ് വന്നത്. അവർ തന്നെയായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പൊങ്കാലയിട്ടതും. എൻ്റെയും ചിന്നുടെയും ലൈഫിൽ തന്നെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് പല സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ചേച്ചിമാർ തന്നെയാണ് ഞങ്ങളുടെ പല ഡൗട്ട്സ് പറഞ്ഞു തന്നതും ഞങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തതും. പൊങ്കാല ഇടുന്നതിൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കേട്ടപ്പോൾ. അതായത് മൺപാത്രത്തെ നമ്മുടെ ശരീരമായിട്ട് കരുതും. അതിലേക്കിടുന്ന അരി നമ്മുടെ മനസ്സായും സങ്കല്പിക്കും. ഈ അരി തിളച്ച് പുറത്ത് പത ചാടുമ്പോൾ മനസ്സിലെ കൊള്ളരത്തായ്മ പുറത്ത് തള്ളപ്പെടും. എന്നിട്ട് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും, അതായത് നന്മയും സ്നേഹവും വിവേകവും ചേർക്കുന്നതിലൂടെ ആത്മീയമായി ദേവിയിലോട്ട് നമ്മൾ അടുക്കുന്നു. ഉത്തരം ഞാൻ ബാക്കി നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഒരു മാങ്ങാത്തൊലിയും, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്, ഒരു മാങ്ങാത്തൊലിയും അറിയാതെയല്ല റെനീഷ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി പൊങ്കാല ഇടാൻ പോയിരിക്കുന്നത്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്കാല എന്തിനാണ് ഇടുന്നത് അതിനെപ്പറ്റി നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ ചെന്ന് ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് പൊങ്കാല ഇട്ടിരിക്കുന്നത് എന്നാണ് അവർ ഈ ബ്ലോഗിലൂടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ റീച്ചിന് വേണ്ടിയാണോ റീച്ചിന് വേണ്ടിയല്ലേ
എന്നുള്ള ചില ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരിക്കലും ഒരു മറുപടി കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഈ റീച്ചിന് വേണ്ടി എന്ന് ചില ആളുകൾ പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. കേരള സ്റ്റോറി ഇപ്പോൾ ട്രെയിലർ വന്നു, അതിൻ്റെ പേരിലുള്ള കോൺട്രവേഴ്സികൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റീച്ച് കിട്ടും. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതും കൂടെ നമ്മളൊന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇവർ റീച്ചിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്തത് എന്ന് പറയുന്നത് ഭൂരിഭാഗവും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ ഒരിക്കലും, നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കരുത്. എനിക്കിഷ്ടം പോലെ മുസ്ലിം സുഹൃത്തുക്കളൊരു വ്യക്തിയാണ്. ഒരിക്കലും മുസ്ലിങ്ങളെ തള്ളി പറയുമോ അങ്ങനെ ഒരാളും ഇവിടെ പറയരുത്. എനിക്ക് അങ്ങനെ ഒരു ജാതി, എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം, ജാതി നോക്കിയ ആൾക്കാരെ സ്നേഹിക്കാൻ എനിക്കറിയത്തില്ല. അത് ഞാൻ ഉള്ളതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്. അതിൻ്റെ ആവശ്യവും ഇല്ല. മനുഷ്യത്വം ആ ഒരു സാധനം നോക്കി മാത്രമേ ഞാൻ ആൾക്കാരെ അടുപ്പിക്കാറുള്ളൂ. ഓക്കെ, അവിടെ ഈ ജാതിക്കും മതത്തിനും ഒന്നും യാതൊരു സ്ഥാനവുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ എടുത്തു പറയുന്നത് ആ ഒരു പോയിന്റ് ആയിപ്പോയി. അതിലെനിക്കൊരു സങ്കടമുണ്ട്, ഇല്ല എന്നല്ല. കാരണം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സാധനം വന്നു, ഇപ്പോൾ കോൺട്രവേഴ്സിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കുട്ടി ചെയ്തതാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഒരു മറുപടി പറയാൻ പറ്റില്ല. 50-50 ചാൻസ് ആണ്. ആ പെൺകുട്ടിക്കേ അറിയുള്ളൂ റീച്ചിന് വേണ്ടിയിട്ടാണോ ചെയ്തത്. പക്ഷേ അതല്ല എന്ന് അവൾ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറയുമ്പോൾ അവൾ ഒരുപാട് റീസൺസ് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമുക്കിത് ബാക്കി ഒന്ന് കേൾക്കാം. പൊങ്കാലയെ പറ്റി ഒരു മുസ്ലിം പെൺകുട്ടി പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട്, അത് നിങ്ങൾ കേട്ടിരിക്കണം. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും അവിടെ സഫലമാവുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടപ്പോൾ. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കുമെന്നും ആപത്തുകൾ ഒഴിവായി പോവുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം സത്യമായതുകൊണ്ട് തന്നെയാവും ഓരോ വർഷവും ഇവിടെ കൂടുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നത്. ഞങ്ങളെല്ലാവരും ജലപാനം പോലും കുടിക്കാതെ ഞങ്ങൾ പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ വെള്ളം കുടിച്ചത്. എങ്കിൽ പോലും ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ പൊങ്കാല ഇടാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കേട്ടോ കരുതുന്നത്. 2:40 ക്ഷേത്രത്തിലെ മുഖ്യ ശാന്തി വന്ന് തീർത്ഥം തെളിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും പൊങ്കാല പ്രസാദം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടത് ആക്ച്വലി നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കലത്തോടുകൂടി പ്രസാദമൊക്കെ എല്ലാവരും പാക്ക് ചെയ്ത് വീട്ടിലോട്ട് മടക്കി യാത്രയായി. എന്തായാലും എൻ്റെ ഈ ആദ്യ പൊങ്കാല ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വല്ലാത്തൊരു കംപ്ലീറ്റ് ഫുൾഫിൽമെൻറ്റ് ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. പൊങ്കാലയിൽ കൂടിയവർക്കും അല്ലാത്തവർക്കും അമ്മ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അമ്മ നല്ലത് മാത്രം വരുത്തട്ടെ. റിനീഷ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു റീച്ചോ ഒന്നും പ്രതീക്ഷിക്കാതെയാണ്, ആ ഒരു ഫുൾ മനസ്സോടുകൂടിയാണ് പോയി ഈ ഒരു പൊങ്കാല ഇട്ടതെങ്കിൽ അമ്മ നല്ലത് മാത്രം വരുത്തട്ടെ. മനസ്സിലായില്ലേ? നല്ല ചൂടുണ്ട്, കറണ്ട് പോയി, ലൈറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, വിയർത്ത് കുളിക്കുന്നുണ്ട്, എന്നെ വെട്ടി വിയർക്കുന്നുണ്ട്. ആരും പകുതിക്ക് വെച്ച് വീഡിയോ ഇട്ടിട്ട് പോവല്ലേ, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. എനിക്ക് മനസ്സിലായത് ഒരൊറ്റ കാര്യമാണ്. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് റിനീഷ റഹ്മാൻ ഈ ഒരു പൊങ്കാല ഇട്ടിരിക്കുന്നത്. എനിക്കതിലൊരു തെറ്റും തോന്നുന്നില്ല. മുസ്ലിങ്ങൾക്കിടാം, ക്രിസ്ത്യാനികൾക്കിടാം, അതിലൊന്നും ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ, മുസ്ലിം പള്ളിയിൽ നമുക്ക് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ 1-2 പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, എന്നെ ആരും കയറ്റിയിട്ടില്ല. ആഗ്രഹമുണ്ട്. ക്രിസ്ത്യൻ പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ അവർ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നല്ല കാര്യമല്ലേ അത്? നല്ല കാര്യമല്ലേ അത്? നമ്മുടെ ദൈവത്തെ അവരും അവർക്കും ഒരു വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾ ആരും ഒരാൾ പോലും റിനീഷ റഹ്മാനെ എങ്ങും ചീത്ത പറയുന്നത് ഞാൻ കണ്ടില്ല. ചില ഇപ്പോഴും പറയുന്നു, ചില മുസ്ലിങ്ങൾ മാത്രമാണ് ഇതിനെ വേറെ രീതിയിൽ കാണുന്നത്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് മുസ്ലിംസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമൻറ്റുകൾ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കമൻറ്റുകൾ ഇവിടെ കാണിച്ചു തരാം, ഒന്ന് വായിച്ചു തരാം. അത് വായിക്കണം. ആദ്യത്തെ കമൻറ്റ് ഇതാണേ. അസ്ഫിയ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്നതാണ്, നിനക്ക് കാസ്റ്റ് മാറ്റിക്കൂടെ എന്ന്. അസ്ഫിയ, എന്തിനാണ് അവർ കാസ്റ്റ് മാറുന്നത്? അവർക്ക് മുസ്ലിം, നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയോട് അവർക്ക് വിശ്വാസമുണ്ട് എന്ന് വെച്ചിട്ട് വേറൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു അമ്മയുടെ ഒരു ദേവിയുടെ ഒരു പൊങ്കാല ലോകമെമ്പാടുമുള്ള ആളുകൾ, മലയാളികൾ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്ന ആറ്റുകാൽ പൊങ്കാല, അതിടാൻ റിനീഷ റഹ്മാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. അതിന് റിനീഷ കമൻറ്റും കൊടുത്തിട്ടുണ്ട്, താല്പര്യമില്ല എന്ന് പറഞ്ഞ്. ഒരു പൊങ്കാല ഇട്ടതിന് അവരോട് കാസ്റ്റ് മാറണമെന്ന് പറയുന്ന നിങ്ങളുടെ ചിന്താഗതി അസ്ഫിയയുടെ, അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. അല്ലാതെ കേരള സ്റ്റോറിയെക്കാട്ടിലൊക്കെ വലിയ പ്രശ്നമായത്. പിടികിട്ടിയോ? അടുത്തൊരു കമൻറ്റ്.
ജാസ്മിൻ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്നതാണ്. എന്തായാലും നോമ്പ് സമയത്ത് ഇത് വേണ്ടായിരുന്നു. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് തോന്നുന്നു ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസം രാവിലെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ അന്നത്തെ ദിവസം നമ്മുടെ റനീഷ റഹ്മാൻ നോമ്പ് എടുത്തിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി അത് ഒരു നോമ്പ് എടുക്കാതിരിക്കുന്നത്, പ്രത്യേകിച്ച് അവര് ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ, മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം റംസാൻ മാസമാണ്, ഈ നോമ്പ് മാസമാണ്. റംസാൻ മാസം, നോമ്പ് മാസം എന്നാണല്ലോ പറയുന്നത്. നോമ്പ് മാസമാണ്, അതല്ലേ കറക്റ്റ്? അപ്പോൾ നോമ്പ് മാസമാണ്. ഈ നോമ്പ് മാസത്തിൽ ഒരു ദിവസത്തെ നോമ്പ് മുറിച്ച് വേറൊരു ദേവിക്ക് പൊങ്കാല ഇടാൻ പോകുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന വിശ്വാസികൾ, നല്ലവരായ വിശ്വാസികൾ, അങ്ങനെ തന്നെ പറയാം, അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതിനകത്ത് നമുക്ക് അവരെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കമന്റിനോട് എനിക്ക് ഒന്നും അങ്ങോട്ട് അവരെ കുറ്റം പറയാനും പറ്റുന്നില്ല, എന്നാൽ അവർ പറയുന്നതിനോട് മൊത്തത്തിൽ യോജിക്കാനും പറ്റുന്നില്ല. കാരണം റനീഷ റഹ്മാൻ അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് ഒരു ദിവസം ഇന്ന് നോമ്പ് മുറിക്കുകയാണ് എന്നിട്ട് ഞാൻ ദേവിക്കൊന്ന് പൊങ്കാല ഇടാൻ പോവുകയാണെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫുൾ മനസ്സോടുകൂടിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കുറ്റം പറയാനില്ല. പക്ഷെ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനകത്തൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, ഇനി അടുത്തൊരു കമൻറ്റ് വായിച്ചു തരാം. ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടാൽ മനസ്സിലാവില്ലേ അവൾക്ക് ഇതിനെക്കുറിച്ച് എത്ര അറിവുണ്ട് എന്ന്. സത്യം, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൾ ഇത് ചെയ്തത്. വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഈ ജാതിയും മതവും ഒന്നും നോക്കാതെ ആളുകൾ പരസ്പരം താങ്ങായി നിന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. അത് മറക്കാതിരുന്നാൽ നല്ലത്. കറക്റ്റ് കാര്യമാണ്. കാരണം നമ്മൾ ഈ കാസ്റ്റും റിലീജിയനും ഇങ്ങനെയുള്ള പരിപാടികൾ ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും ഇനിയും ഒത്തുകൂടണമെങ്കിൽ അതിന് ഒരിക്കലും വരാതിരിക്കട്ടെ, ഇവിടെ ഒരു വെള്ളപ്പൊക്കമോ സുനാമിയോ മണ്ണിടിച്ചിലോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഒരു മതവും ജാതിയും നോക്കാതെ ഇവിടെ എല്ലാവരും ഒത്തുകൂടുന്നത്. അതല്ലാതെ ഒരു അമ്പലത്തിലെ ഒരു ഉത്സവം, അവിടെ പൊങ്കാല, അതിന് വേണ്ടിയിട്ട് ഒരു പൊങ്കാല അർപ്പിക്കാനായിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി വന്നാലൊക്കെ ഇവിടെ പ്രശ്നമാണ്. എന്തിനാണ് ഇങ്ങനെ പ്രശ്നമാക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ. മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയിലൂടെ. അടുത്തൊരു കമന്റ്, ഇവിടെ കിടന്ന് കുരയ്ക്കുന്ന മുസ്ലിങ്ങൾ അങ്ങനെ പറയരുത്. സഹീന എന്ന് പറയുന്ന ഒരാളാണ്, എനിക്ക് തോന്നുന്നു മുസ്ലിം തന്നെയാണ്. ഇവിടെ കിടന്ന് കുരയ്ക്കുന്ന മുസ്ലിങ്ങൾ ബാക്കിയുള്ളവരെ കൂടി പറയിപ്പിക്കരുത്. കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ജാതിയും മതവും ഒന്നാണെന്ന് എത്ര പറഞ്ഞ് നടന്നാലും ഇവറ്റകൾക്ക് മാത്രം ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. എന്നാൽ ഇങ്ങനെ അല്ലാത്തവരും ഒരുപാടുണ്ട്. ഒരു കയ്യടി കൊടുക്കണം സഹീനയ്ക്ക്. സത്യം പറഞ്ഞാൽ ഒരു മുസ്ലിമാണ് ഇത് പറയുന്നത്, വില കളയരുത്. മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും, ഞാൻ മുസ്ലിങ്ങളെ മാത്രമല്ല പറയുന്നത്, മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും എല്ലാവരുടെ ഇടയ്ക്കും ഇത്രയും ഇങ്ങനെ വർഗീയത ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണ് സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു മതത്തിൻ്റെ ഒരു നാശം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കേരള സമൂഹത്തിൻ്റെ നാശം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലുള്ള ഒരുപാട്, ഹാഷി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹവും മുസ്ലിമാണെന്ന് തോന്നുന്നു. ഹിന്ദുവും മുസ്ലിവും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്നാൽ അത് കേരള സ്റ്റോറി, മതേതര സ്നേഹം. ഹിന്ദുക്കളുടെ കൂടെ മുസ്ലിം പൊങ്കാല ഇട്ടാൽ അത് അവൾ മുസ്ലിം അല്ല, അന്നേരം കേരള സ്റ്റോറി ഇല്ല, മതേതരമില്ല, സ്നേഹമില്ല. സത്യമാണ് ഈ പറയുന്നത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഒരു 50% പോട്ടെ, ഒരു 70-75% അല്ലെങ്കിൽ ഒരു 80% ആ പെൺകുട്ടി നല്ല രീതിയിൽ തന്നെ പൊങ്കാല എന്തിനാണ് അർപ്പിക്കുന്നത് എന്ന് വരെ പഠിച്ചിട്ടാണ് ആ പെൺകുട്ടി പോയി പൊങ്കാല ഇട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അതിനകത്തൊരു റീച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവൾ റീച്ച് ഒന്നും നോക്കിയിട്ടല്ല അവൾ അത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. കാരണം ഒരാളുടെ മനസ്സ് വായിക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. പക്ഷേ ഇതിനിടയിൽ വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം, റനീഷ അത്ര നീറ്റാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ബിഗ് ബോസിലുള്ളപ്പോൾ തന്നെ നമുക്ക് പലതും കണ്ടതാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരു സംശയമുള്ളത്. ഈ പെൺകുട്ടി യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ റനീഷ റഹ്മാന് വലിയ റീച്ചൊന്നും ഇല്ല. അതിപ്പോൾ റനീഷയ്ക്ക് മാത്രമല്ല, ഇതുപോലുള്ള പണ്ട് സെലിബ്രിറ്റി ആയിട്ട് ഇപ്പോഴും ജനങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാം. ഇൻസ്റ്റഗ്രാമിൽ നല്ല ഫോളോവേഴ്സൊക്കെ കാണും. പക്ഷേ യൂട്യൂബിൽ അവർക്ക് വലിയ റീച്ച് ഉണ്ടാവത്തില്ല. സോ ആ ഒരു സാഹചര്യം, അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ പെൺകുട്ടി മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തർക്കിക്കാൻ പറ്റില്ല.
ഞാനൊരിക്കലും പറയില്ല അയ്യോ അങ്ങനൊന്നും അല്ല, ആ പാവം പെൺകുട്ടി അവളെല്ലാം പഠിച്ചിട്ട് മാത്രമാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ റീച്ചിന് വേണ്ടിയിട്ടല്ല എന്ന് പറയാൻ ഞാൻ നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇനി നമുക്ക് റിനീഷയുടെ വീഡിയോ വേറെ ഒരു കമന്റ് ഉണ്ട് കേട്ടോ. ഇത് മെയിൻ കമന്റ് ആണ്. ഈ കമന്റ് ഇട്ടവന്റെ ഫോട്ടോ വരെ ഞാനിവിടെ കാണിക്കും. കാരണം എന്തും ആയിക്കോട്ടെ, റീച്ചിന് വേണ്ടി ആയിക്കോട്ടെ, ഇനി റീച്ച് ഒന്നും അല്ല, ആ പെൺകുട്ടി കംപ്ലീറ്റ്ലി മനസ്സറിഞ്ഞ് ചെയ്തതാണ്, എന്താണെങ്കിലും ഇവൻ ഈ മോൻ ഇട്ടേക്കുന്ന പോലത്തെ കമന്റുകൾ ഇതിനോട് നമ്മൾ യോജിക്കില്ല. അജ്മൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തിന് ഇട്ടേക്കുന്നതാണ്. ഞാൻ അവൻ്റെ ഫോട്ടോയും ഇവിടെ കാണിച്ചു തരാം. ഇവനെയൊക്കെ എല്ലാവരും കണ്ടുവെച്ചോ. നീ വെറും തേവിടി, കണ്ടല്ലോ നിങ്ങൾ, ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. പേര് മാറ്റി മറ്റവളെന്ന്. എടാ നീയൊക്കെ നിന്റെ ഈ അമീറോ അജ്മൽ അഹമ്മദ് എന്നുള്ള പേര് മാറ്റിയിട്ട് കാര്യമില്ല. നിന്റെയൊക്കെ അങ്ങനെ തന്നെ അങ്ങ് മാറ്റണം. മനസ്സിലായില്ലേ? അതാണ് നീയൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്ക്, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും മുസ്ലിം പറയുമോ? എനിക്ക് തോന്നുന്നില്ല. ഇവനൊക്കെ മുസ്ലിമാണോ? ഇവനെയൊക്കെ മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെല്ലാം നല്ല മനസ്സുള്ള മുസ്ലിങ്ങളാണ്. മനസ്സിലായില്ലേ? നല്ല മനസ്സുള്ളവർ. ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടോ ഇതിനകത്ത്? എന്ത് വൃത്തിയാണ് അവൻ എഴുതി വെച്ചേക്കുന്നത്. ഇങ്ങനെ വിളിക്കാനും മാത്രം അവള് പൊങ്കാല സ്ഥലത്ത് പോയിട്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇവനെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഞാൻ അതുകൊണ്ടാണ് ഇവന്റെ ഫോട്ടോ വരെ കാണിക്കുന്നത്. ഇല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഒരാളുടെ കമന്റ് ബോക്സിൽ അത്രയും വൃത്തികേട് ഇവൻ എഴുതിയിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവന്റെ മോന്തായം വരെ ഞാൻ ഇവിടെ കാണിച്ചു വെക്കുന്നത്. അറിയണം ഇവന്റെയൊക്കെ വീട്ടുകാർ, ഇവനൊക്കെ അത്രയും വലിയ മറ്റേ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവനാണ്. ഇവന്റെയൊക്കെ കൂട്ടുകാരറിയണം. ഇങ്ങനെയൊക്കെയോ? അതും ഒരു സ്ത്രീയുടെ കമന്റ് ബോക്സിലാ. ആ ഒരു ബോധമെങ്കിലും ഇല്ല ഇവനൊക്കെ. ഇനിയും റനീഷ റഹ്മാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഹലോ, ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്നറിയോ? അപ്പൊ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം, എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ ഇതിങ്ങനെ കൂടി വരും. അതിൽ 2-3 കമന്റ്സ് എനിക്ക് ഡിലീറ്റും ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ വീട്ടുകാർ ഒരുപക്ഷെ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു 2-3 കമന്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് നിൽക്കുന്നില്ല. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജോലിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രഹസനമാണെന്നാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറയുന്നത്. രണ്ടാമതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോടു കൂടെ ചെയ്തതല്ല, ചുമ്മാ ഒരു ഷോ ഓഫ്, പ്രഹസനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്കൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് പറഞ്ഞല്ലോ ജോലിയില്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാസവും 1 തൊട്ട് 15 വരെ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോ ദേവി എന്നുള്ളൊരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 തൊട്ട് 30 തീയതി വരെ സീ കേരളത്തിൽ ചെമ്പരത്തി എന്നുള്ളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. 30 ദിവസമല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ. അപ്പൊ ആ 30 ദിവസം എനിക്ക് വർക്ക് ഉണ്ട്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ, വേറെ വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ്, അതുമല്ലാതെ ഇനോഗ്രേഷൻസ്, വ്ളോഗിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ജോലിയുണ്ട്, കൂലിയുണ്ട്, സമ്പാദ്യമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായല്ലോ. ഇനി രണ്ടാമത് പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്, വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയയിലാണ്. അപ്പോൾ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയും ഒക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാല ഇട്ടത്. പിന്നെ ചിലർ പറയുന്നുണ്ട് അത്രയും നല്ലൊരു വേളയിൽ പോയി ഞാൻ അവരുടെ ആ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്തു, അല്ലെങ്കിൽ അത് നാശമാക്കി കുളമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിന് മുന്നേ പലരോടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അവര് പറഞ്ഞത് ജാതി മത വർണ്ണ ഭേദം ഒന്നുമില്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത്. ഞാനും കേട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? ജാതി മത ഭേദമൊന്നുമില്ല, ഇല്ലേ?
ഏതെങ്കിലും ഹിന്ദുക്കൾ റെനീഷ റഹ്മാനെ അവിടെ കണ്ടു കഴിഞ്ഞാൽ കല്ല് വലിച്ചെറിയുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് അവനിട്ടെണ്ണം കൊടുക്കും. സി, അങ്ങനെയുള്ള ജാതി പരിപാടിയൊന്നും അവിടെ ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ റെനീഷ തന്നെ പറയുന്നൊരു കാര്യം കേട്ടല്ലോ, അവൾക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാതിരിക്കുകയല്ല, ജോലിയും കൂലിയൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, റീച്ചിന് വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത്. പക്ഷെ പൈസയ്ക്ക് വേണ്ടിയാണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ റീച്ചിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ ഇപ്പോഴും പറ്റത്തില്ലടേ. ഇന്നത്തെ കാലമാണ്. മനസ്സിലായോ? കിട്ടിയ ഒരു ചാൻസാണ് ഇപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ കത്തുമെന്ന് അറിയാം നല്ല വൃത്തിക്ക്. അതുകൊണ്ട് ചെയ്തതാണോ എനിക്കറിയില്ല. ഒരു 20% മാത്രമേ ഞാൻ അതിന് വെക്കുന്നുള്ളൂ. പിന്നെ പൊങ്കാലയെ പറ്റി ഒന്നും അറിയാതെയാണ് ആ കുട്ടി പോയത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ബ്ലോഗിൽ നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് പൊങ്കാല, എന്തിനാണ് പൊങ്കാല ഇടുന്നത്, കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നിങ്ങൾ കേട്ടതാണല്ലോ. ഇനി കുറച്ചും കൂടെ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം, കുറച്ചും കൂടെ. ഈ ക്രൈറ്റീരിയ എല്ലാം ഞാൻ ഫോളോ ചെയ്ത് മനസ്സും ശരീരവും എല്ലാം വൃത്തിയാക്കി പൊങ്കാല ഇടണം എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ തന്നെയാണ് പൊങ്കാല ഇട്ടത്. ഇങ്ങനത്തെ ഉള്ള ഡിസ്റെസ്പെക്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് 7-8 വർഷമായി ഞാൻ വരുന്നു സീരിയലിന്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓഫ് ഡേ കിട്ടുമ്പോൾ ഞാൻ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിൽ തൊഴാൻ പോവും. ഞാൻ പോവാറില്ല. എനിക്ക് വിശ്വാസമുണ്ട്, കാണണം എന്ന് പോയി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പോവാറില്ല. കാരണം അവരുടെ വിശ്വാസം അന്യമതത്തിലുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, സാരമില്ല. ഞാൻ പുറത്തു നിന്ന് അതിലൂടെ പാസ് ചെയ്തൊക്കെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പള്ളി കണ്ടാലും പ്രാർത്ഥിക്കും, അമ്പലം കണ്ടാലും പ്രാർത്ഥിക്കും, ഒരു ആംബുലൻസ് പാസ് ചെയ്താലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല, എന്നോടാരും നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. ജാതിയും മതത്തിലും പെട്ട ആൾക്കാരെ എല്ലാം റെസ്പെക്ട് ചെയ്യാൻ എന്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനെ ഒരു നല്ല കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യണം, സ്നേഹിക്കണം എന്നാണ് കേട്ട് ഞാൻ വളർന്നിട്ടുള്ളത്. എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? എല്ലാ മതവും മതഗ്രന്ഥങ്ങളും പറയുന്നത് ഒരേ കാര്യം തന്നെയല്ല, മനുഷ്യൻ നന്നായി ജീവിക്കാനും സഹജീവികളോട് സ്നേഹം കാണിച്ച് റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാനല്ലേ എല്ലാ മതക്കാരും പറയുന്നത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ഉള്ളവനില്ലാത്തവന് ദാനം ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, സ്നേഹിക്കുക എന്നൊക്കെ തന്നെയല്ലേ. ഇതിനിടയ്ക്ക് എന്തിനാണ് ഇത്രമാത്രം നെഗറ്റിവിറ്റി? പ്രത്യേകിച്ച് ഫേസ്ബുക്കില് എന്റെ പൊന്നോ തുറക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക് തുറക്കണ്ട ചേച്ചി, അവിടെ വരും. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ കാണിച്ച കമന്റുകൾ ഇൻസ്റ്റഗ്രാമിലാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെയാണെങ്കിൽ ഫേസ്ബുക്കിൽ എന്തായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. പിന്നെ പഠിച്ചത് 10th വരെ ചിന്മയ വിദ്യാലയ. അറിയാം, ചിന്മയെ പറ്റി പറയുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ പഠിച്ചവർക്കും ഒക്കെ, നിങ്ങളുടെയൊക്കെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന്. പിന്നെ റെനീഷ പറഞ്ഞതുപോലെ ഈ ഒരു കേസിൽ ഞാൻ ആ പെൺകുട്ടിയോട് സപ്പോർട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല, അവർ റീച്ചിന് വേണ്ടിയല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, റീച്ചിന് വേണ്ടി അല്ല ഇത് ചെയ്തതെങ്കിൽ, മനസ്സറിഞ്ഞാണ് ചെയ്തതെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രം. പിടികിട്ടിയില്ലേ? കരണ്ട് വന്നു, എല്ലാം തീരാനായപ്പോൾ കരണ്ട് വന്നു. ഒരു കാറ്റടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, പോട്ടെ. അപ്പോൾ റെനീഷ റഹ്മാൻ, സി, ഞാൻ പള്ളി കണ്ടാൽ കുരിശു വരയ്ക്കാറുണ്ട്. പിടികിട്ടിയോ? എന്നോടാരും വരയ്ക്കരുതെന്ന് പറയാറില്ല. വരയ്ക്കരുതെന്ന് പറഞ്ഞ പോടാ മോനെ എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ നമ്മുടെ അമ്പലങ്ങൾ ഞാൻ പോകാറുണ്ട്. മുസ്ലിം പള്ളികൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ മാത്രം നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. ചില ആൾക്കാർ പറഞ്ഞു കയറാൻ പറ്റുമോ, എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണേ. എവിടെയെങ്കിലും ഒന്ന് കയറാൻ പറ്റിയാൽ എനിക്കൊന്ന് കയറണമെന്നുണ്ട്. അല്ല, എന്ത് സംഭവിക്കാനാണെന്ന് അറിയണ്ടേ? ഞാനും ഈ നാട്ടിൽ ജീവിക്കുന്നതാണ്, എനിക്ക് എല്ലാ ദൈവങ്ങളും ഇഷ്ടമാണ്. എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടൂടെ? അതിലൊക്കെ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. ഒരൊറ്റ കാര്യം കൂടി, അടുത്ത തവണയെങ്കിലും ആറ്റുകാൽ പൊങ്കാലയെ ആരും നശിപ്പിക്കരുത്. അത് കഴിയുമ്പോഴത്തേക്ക് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ഓക്കെ, ദേവിയുടെ വഴിക്ക് വിടുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.